എം.പി. രാജേഷ് തൃത്താലയിൽ നിന്ന് തന്നെ ആയിരിക്കുമോ ജനവിധി നേടുക? ആ കാര്യം പറയാൻ ഞങ്ങളുടെ പാർട്ടിയിൽ ഒരാൾക്കും പറ്റില്ല. ഓരോരുത്തരും എവിടെ മത്സരിക്കുന്നത്. ഞങ്ങൾ സ്വയം പ്രഖ്യാപിക്കുന്ന സ്ഥാനാർത്ഥികളല്ല, പാർട്ടി പ്രഖ്യാപിക്കും. മത്സര രംഗത്തുണ്ടാകുമോ? അതും പറയാൻ പറ്റില്ല, അതും പാർട്ടി പ്രഖ്യാപിക്കും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ കേരളം ഉറ്റുനോക്കിയ മണ്ഡലം എന്ന് തന്നെ പറയാം തൃത്താല. അവിടെ ആ രീതിയിലുള്ളൊരു മത്സരമാണ് കാഴ്ചവെച്ചത്. വി.ടി. ബൽറാം ആയിരുന്നു താങ്കളുടെ എതിരാളി. വി.ടി. ബൽറാം ആ മണ്ഡലം തന്നെ കേന്ദ്രീകരിച്ച് വീണ്ടും മത്സരിക്കും, അതിനുള്ള ഗ്രൗണ്ട് ഒരുക്കുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. LDF-ന് അവിടെ ആര് മത്സരിച്ചാലും ജയിക്കാവുന്ന നിലയിൽ അടിത്തറ വിപുലീകരിച്ചിട്ടുണ്ട്. അത്രമാത്രം വികസന പ്രവർത്തനങ്ങൾ കഴിഞ്ഞ 5 വർഷം കൊണ്ട് നടന്നിട്ടുണ്ട്. തൃത്താലയുടെ ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടാവാത്ത തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ, കണ്ണഞ്ചിപ്പിക്കുന്ന അടിസ്ഥാന സൗകര്യ വികസനം, പാലങ്ങൾ, റോഡുകൾ, സ്കൂളുകൾ, ആശുപത്രി, ഇങ്ങനെ അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ, ആരോഗ്യ മേഖലയിൽ, പിന്നെ പരിസ്ഥിതി സംരക്ഷണം, അതുപോലെ തന്നെ ജലസംരക്ഷണം, കൃഷി, ഈ മേഖലയിലെല്ലാം നടന്നിട്ടുള്ള പ്രവർത്തനങ്ങൾ. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അത് ഞങ്ങൾ പറഞ്ഞാലും തീരാത്തത്രയുണ്ട്. അത് ജനങ്ങളോട് വിശദീകരിക്കുന്നതോടുകൂടി LDF-ന്റെ ആര് മത്സരിച്ചാലും വിജയിക്കും. പക്ഷെ 20 വർഷത്തിനിപ്പുറം തൃത്താല പഞ്ചായത്ത് ഭരണം നഷ്ടപ്പെട്ട സാഹചര്യം കൂടിയുണ്ട് LDF-ന്. നിങ്ങളുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ചിലത് മാത്രം കേൾക്കുകയും ചിലത് മാത്രം കാണുകയും ചെയ്യുന്നതാണ്. അതേ തൃത്താലയിലെ പരുതൂർ പഞ്ചായത്ത് UDF-ന് തിരിച്ചു പിടിച്ചത് കണ്ടില്ല. കാര്യമായ പ്രശ്നമുണ്ട് കാഴ്ചക്ക്. പഞ്ചായത്ത് ഭരണം നഷ്ടപ്പെട്ടു എന്നുള്ളത് യാഥാർത്ഥ്യമാണല്ലോ. അല്ല, ഒന്ന് LDF-ന് നഷ്ടപ്പെട്ടു, ഒന്ന് UDF-ന് നഷ്ടപ്പെട്ടു. അതാണ് യാഥാർത്ഥ്യം. നിങ്ങൾ പറഞ്ഞത് ഭാഗിക യാഥാർത്ഥ്യമാണ്. രേണുക പറയുന്നത് ഭാഗിക യാഥാർത്ഥ്യമാണ്. പഞ്ചായത്ത് ഭരിക്കുന്നത് UDF അല്ലേ? ഏത് പഞ്ചായത്ത്? തൃത്താല. അല്ല, അതാ ഞാൻ പറഞ്ഞത്, അത് ഭാഗിക യാഥാർത്ഥ്യമാണ്. പരുതൂർ പഞ്ചായത്ത് കഴിഞ്ഞുകൊണ്ട് UDF ഭരിച്ചത്, ഇപ്പൊ ഭരിക്കുന്നത് ഞങ്ങളാണ്. അതുകൊണ്ട് ചേർത്താലേ പൂർണ്ണ സത്യമാവും. പിന്നെ പൂർണ്ണ സത്യം ജനങ്ങൾ അറിയരുതെന്ന് നിങ്ങൾക്ക് നിർബന്ധമുള്ളത് കൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ പകുതി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എം.പി. രാജേഷ് അല്ലാതെ പാതി സത്യം മാത്രം പറയാതെ പൂർണ്ണ സത്യം പറയാൻ ശീലിക്കും. എം.പി. രാജേഷ് അല്ലാതെ മറ്റാരെങ്കിലും മത്സരിച്ചാൽ വി.ടി. ബൽറാമിനെ തോൽപ്പിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമുണ്ടോ? LDF സ്ഥാനാർത്ഥിയായിട്ട് ആര് മത്സരിച്ചാലും ജയിക്കും. കാരണം സർക്കാരിന്റെ പ്രവർത്തനങ്ങൾക്കാണ് ജനങ്ങൾ വോട്ട് ചെയ്യാറ്. മികച്ച പ്രവർത്തനം, സർക്കാർ വലിയ നേട്ടങ്ങളാണ് തൃത്താലയ്ക്ക് ഉണ്ടാക്കി കൊടുത്തത്. സരസ് മേള നടത്തി, ക്രിക്കറ്റ് ലീഗിൽ ഇറങ്ങി ബാറ്റ് ചെയ്തൊക്കെ അവിടെ ഗ്രൗണ്ട് ഉറപ്പിക്കാൻ എം.പി. രാജേഷ് ശ്രമിക്കുന്നു, അല്ലെങ്കിൽ അത്രമാത്രം തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളിലാണ് എം.പി. രാജേഷ് എന്ന് വാർത്തയുണ്ട്. ക്രിക്കറ്റൊക്കെ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ കളിക്കാൻ തുടങ്ങിയതാണ്. സ്കൂളിൽ പഠിക്കുന്ന അത്യാവശ്യം കളിക്കാൻ അറിയാം, ഫുട്ബോളും അറിയാം. അത് മറ്റേ തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് ഉള്ളതല്ല. അതിനെ അങ്ങനെ കണ്ടാൽ മതി. അത് ചിലപ്പോൾ ഞാനവിടെ ക്രിക്കറ്റ് ടൂർണമെൻറ്റിൽ സമ്മാനം കൊടുക്കാൻ പോയതാണ്. അപ്പോൾ ഒന്ന് ബാറ്റ് ചെയ്യാമോ എന്ന് വെച്ചു, ഒരു ബോളൊന്ന് കളിക്കുമെന്ന് വെച്ചു. കളിച്ചപ്പോൾ ആവേശമായി ഒരു ഓവർ മുഴുവൻ കളിച്ചു, അതിലൊരു 6 അടിച്ചു. അപ്പോൾ അതൊക്കെ നമ്മുടെ എന്താ പറയുക, രക്തത്തിലുള്ളതായത് കൊണ്ടാണ്. സരസ്മേള വലിയ സംഭവം തന്നെയായിരുന്നു. തൃത്താലയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരുന്നു. ഏതാണ്ട് 3 ലക്ഷത്തോളം പേരാണ് 10 ദിവസം കൊണ്ട് അവിടെ അതിൽ പങ്കെടുത്തു പോയത്. വലിയ ഒരു അനുഭവമായിരുന്നു.